കുഞ്ഞിച്ചോ മിനാസാൻ നമ്മുടെ മിസ് മൈറ്റ് മഹിത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 23 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഒരു സോറി പറയുവാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇന്നലെ എപ്പിസോഡ് ശരിക്കും വൈകി എന്ന് എനിക്കറിയാം. ടു ബി ഹോണസ്റ്റ്, ഞാൻ ഇന്നലെ ഉച്ചക്ക് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു, വീഡിയോ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ആൻഡ് അപ്ലോഡ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയി, പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്ലോഡ് ചെയ്തില്ല എന്ന്. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ശരിക്കും താമസിച്ചു. അതുകൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അത്രത്തോളം താമസിച്ചത്. സോ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരുന്നു എന്നെനിക്ക് മനസ്സിലായി. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ എന്തായാലും അധികമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോകുവാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നാളെ ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡ് ഒരിക്കലും ട്വിസ്റ്റുള്ള എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ എപ്പിസോഡ് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യല്. എല്ലാവരും കാത്തിരുന്ന് കാണേണ്ട ഒരു എപ്പിസോഡായിരിക്കും നാളെ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഏകദേശം 3 ദിവസം മുമ്പുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയായിട്ട് ഒരു വാതിലും തുറന്ന് ജിയോങ് നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി അധികമൊന്നുമില്ല, കുറച്ച് പേരും കൂടെ ഉള്ളു. ബാക്കി എല്ലാവരും പെട്ടെന്നാണ് മോക് ജൂൺ വൺ വിളിച്ചോണ്ട് അവരോടേക്ക് ഓടി വന്നത്. അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? പിന്നെ കാണിക്കുന്നത് കുറച്ചധികം പേരെ അവിടെ കെട്ടി ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ മോക് ജിയോൺ അതിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഓ, അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ ഞാൻ അവരോട് എല്ലാവരോടും വ്യക്തമായി തന്നെ പറഞ്ഞായിരുന്നു ഒരുമിച്ച് നിൽക്കണമെന്ന്. കാര്യം എല്ലാവരും ഫസ്റ്റ് റേറ്റുള്ള മാർഷൽ ആർട്ടിസ്റ്റാണ്. പക്ഷേ അല്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ സാധിക്കുമെന്ന് നമ്മുടെ ജിയോങ് ചോദിക്കുകയും ചെയ്യും. ഞങ്ങളോട് ക്ഷമിക്കണം, എനിക്ക് തോന്നുന്നു നിന്റെ പ്ലാൻ ഇവർ അറിഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവർ ഞങ്ങളെ ആംബുഷ് ചെയ്യുമായിരുന്നു. ആംബുഷ് ചെയ്യുന്നോ? അല്ല, അവരെങ്ങനെ മനസ്സിലാക്കിയോ ഞാൻ ബാക്കിയുള്ളവരുടെ കൈയും കാലും തല്ലി ഓടിക്കുന്ന കാര്യം? അത് ഇമ്പോസിബിൾ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. കാര്യം ബാക്കിയുള്ളവർ, പക്ഷേ ഇവരെന്തിനാണ് ഇപ്പോഴും ഹോസ്റ്റേജസ് ആക്കി ഇവിടെ വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മോക് ജൂൺ വുഡ്, കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ ഇവിടം വരെ ആയില്ലേ? നീ എന്തിനാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാര്യം ഈ ട്രയൽസ് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ? അതാണോ കാര്യം? അല്ല, അങ്ങനെ ചെയ്തെങ്കിൽ എന്താ പ്രശ്നം? എന്ത്? ഞാനിവിടെ എൻ്റെ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുവാണ്, നീയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ. പിന്നെ എല്ലാവരും നിന്നെ പോലെയാണെന്ന് നീ കരുതണ്ട. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ പിടിച്ചു കിട്ടിയത് ഞങ്ങളുടെ സമയം ലാഭിക്കാനായിട്ടാണ്. അതുകൊള്ളാം, ഞാനെങ്ങനെയാണത് വിശ്വസിക്കേണ്ടത്? നീ എപ്പോഴെങ്കിലും അത് കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ട്രയലിൽ പാസ്സാകാനായിട്ട് 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആവശ്യമുണ്ട്. ഒരു സോർട്ട് ഫോർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ചുരുക്കം പറഞ്ഞാൽ ഈ 8 പേരല്ലാതെ ബാക്കി ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, എല്ലാവരുടെയും കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു പാസല്ലേ? നീ ശരിക്കും നാശം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു കാര്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏ എന്ത്? മൂജാങ് യാക്ക്. യെസ്. പെട്ടെന്ന് അവൻ്റെ വസ്ത്രം ഊരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവർ ഞെട്ടുകയും ചെയ്തു. ഇതിന്റെ പേരാണ് കാർട്ടിലേജ് നീഡിൽ. ഇതെന്റെ ഹൗസ് ഹോൾഡിന്റെ ഒരു സീക്രട്ട് അല്ല, ടെക്നിക്കാണ്. നിനക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാം. ഇത് കുത്തിയ പോലെ മര്യാദക്ക് ഇറക്കിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത 10 ദിവസത്തേക്ക് കൊന്തി നടക്കേണ്ടി വരും. ഞാനിത് ഇവിടെയുള്ള എല്ലാവരുടെയും ശരീരത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ ടീംമേറ്റ്സിന്റെ മേത്തും എൻ്റെ ടീംമേറ്റ്സിന്റെ എല്ലാവരുടെയും ശരീരത്തിന്റെ മേത്ത്. അത് കേട്ടപ്പോൾ അവരൊന്നും ഞെട്ടി. നീ ഇവിടെ മര്യാദക്ക് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അറിയാലോ, നമ്മൾ 2 പേരും ഇവിടെ പരാജയപ്പെടും. നാശം. അവർ ബുദ്ധിപരമായിട്ടാണ് നീങ്ങിയത്. കാര്യം മോക്ജുവിന്റെ പ്ലാൻ ഇവിടെ സക്സസ് ചെയ്താലും ബാക്കിയുള്ള 5 പേരുടെ ശരീരത്തിന് അതെന്തായാലും ഹാനികരമാകും. അപ്പോൾ പിന്നെ മോക്ജുൻ വുൺ ഇവിടെ മറ്റ് ചാൻസ് ഇല്ല. നിനക്കിപ്പോ കാര്യം മനസ്സിലായോ? ഇത്തവണ നിന്നെ ഞങ്ങൾ പൂട്ടി കെട്ടിയിരിക്കുന്നു, മോക് ജോൺ വൂൺ. പെട്ടെന്ന് അവൻ ചിരിക്കാൻ തുടങ്ങി, പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ ചിരി തന്നെ അവിടെയുള്ള എല്ലാവരുടെയും മേത്ത് ഒരു പ്രഷർ ഉണ്ടാക്കുകയും ചെയ്തു. എല്ലാവരും ഞെട്ടി. ഇവൻ യങ്ങസ്റ്റ് അത്ഭുതപ്പെട്ടുപോയി. അല്ല, മോക് യൂച്ചൻ ഈ സമയത്ത് യങ്സ്റ്റ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിന്നെ ഞാനങ്ങോട്ട് കൊന്നുകളഞ്ഞാലാ? സത്യം പറഞ്ഞാൽ ജിയോങ്ങിന് കംപ്ലീറ്റ്ലി ഒരു ഡിസ്പ്ലേസ്ഡ് ആയുള്ള ഒരു ഇമോഷനാണ് അവൻ്റെ ശരീരത്തിലേക്ക് വന്നത്. ലൈക്ക് ആ ഒരു ഫീൽ കൊണ്ട് തന്നെ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ അവൻ കംപ്ലീറ്റ്ലി മറിച്ചിട്ടു എന്ന് തന്നെ പറയണം. ചുരുക്കം പറഞ്ഞാൽ മോക് ജിയോൺ വൂൺ മോക് യൂച്ചനെ തൻ്റെ എനിമിയായിട്ട് അവിടെ മുദ്രകുത്തി. ആ റൂം മുഴുവൻ അവൻ്റെ ദേഷ്യം, അവൻ്റെ ഒരു വിചിത്രമായ ഒരു ഇമോഷനാണ് നിറഞ്ഞു നിന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ തന്നെ മോക് യൂച്ചനെ കൊല്ലുന്നത് വളരെ സിമ്പിളായിരുന്നു. എന്നാൽ അങ്ങനെ വന്നാലും ബാക്കി 8 പേർ മാത്രമേ ബാക്കിയുള്ളൂ. അവരായിട്ട് പേടിച്ച് അവിടെ നിൽക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നം എന്നാന്ന് വെച്ചാൽ മൂ ജാങ് യാക്ക് ഇവിടെ കോപ്പറേറ്റ് ചെയ്യുവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ കൈയടിച്ചു. മോക് ജൂൺവൻ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. കൊള്ളാം, നിങ്ങളുടെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു.
കൊള്ളാം കൊള്ളാം, ഞാൻ നിങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി എന്തായാലും നമ്മുടെ ടീംമേറ്റ്സ് തന്നെ നമുക്ക് ട്രേഡ് ചെയ്താലോ? അത് നാളെ രാവിലെ? എങ്കിൽ ശരി, നമുക്ക് നാളെ നോക്കാം. ഡീലെന്ന് പറഞ്ഞ് അവനോട് ചിരിച്ചോണ്ട് നിൽക്കും. അങ്ങനെയാണ് പിറ്റേ ദിവസം രാവിലെ അവരുടെ ഹോസ്റ്റേഴ്സിനൊക്കെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തത്. അടുത്ത 3 ദിവസത്തേക്ക് ഓരോ ഗ്രൂപ്പ്സിനും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുക്കുകയും ചെയ്തു. ആൻഡ് റിസൾട്ട് വന്നപ്പോൾ 2 ഗ്രൂപ്പാണ് അവിടെ പെർഫെക്റ്റ്ലി തന്നെ ആ ഒരു സോർട്ട് ഫോർമേഷൻ എക്സിക്യൂട്ട് ചെയ്തത്. എന്നാൽ ആ കൂട്ടത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തത് മൂ ജാൻ യാക്കിന്റെ ഗ്രൂപ്പായിരുന്നു. ആൻഡ് അതിൽ തന്നെ അവിടെ ടോപ്പ് ട്രെയിനി ആയിട്ട് വന്നത് മൂ ജാൻ യാക്കായിരുന്നു. 16 പേര് മാത്രമാണ് അവിടെ പാസ്സായത്. സത്യം പറഞ്ഞാൽ അത് വാലി മസറോട്ടും വിചാരിച്ച കാര്യമല്ല. പിന്നെ കാണുന്നത് കുറച്ചു മുമ്പ് അവൻ ചോദിക്കുന്ന കാര്യമാണ്. അല്ല, ഈ ട്രെയിനീസിന്റെ എണ്ണം കുറച്ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൂൾസ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും മൈലി, താങ്കൾ കുറച്ചുകൂടി ഒന്ന് ഹെൽഡ് ബാക്ക് ചെയ്യാമായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം എല്ലാവരും പാസ്സാകുമെന്ന് വിചാരിച്ചാൽ എല്ലാവരും പാസ്സായി. ആൻഡ് അങ്ങനെ അടുത്ത ട്രയലും അവിടെ സ്റ്റാർട്ട് ചെയ്തു. 4th ട്രയൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നും. അതായത് ഒരു കേവിൽ കൂടെ, ഡാർക്കുള്ള ഒരു കേവിൽ കൂടെ അവിടെയുള്ള ട്രാപ്സ് എല്ലാം തന്നെ ഡോഡ്ജ് ചെയ്തുകൊണ്ട് ഒരു മെഴുകുതിരിയുടെ 1/3 കത്തി തീരുന്നതിന് മുമ്പ് പുറത്ത് കടക്കണം. ഈ ട്രയൽ പാസ്സായ എല്ലാവർക്കും തന്നെ നമ്മുടെ ഹെവൻ എർത്ത് അസോസിയേഷനിലെ ഒരു സ്ക്വാഡ് ലീഡർ കാൻഡിഡേറ്റ് ആയിട്ട് മാറാൻ സാധിക്കും. ആൻഡ് ഈ ഒരു ട്രയലിൽ ലിറ്ററലി 6 പേരാണ് പാസ്സായത്. യോൺ മുയങ്, മോങ് യൂച്ചൻ, മോ ഹറാങ്, മു ജാൻയാക്, ഇയോൺ ഗ. ആൻഡ് അടുത്ത ആളെന്ന് പറയുന്നത് അത് നമ്മുടെ ജിയോങ് ആയിരുന്നു. ആൻഡ് അവനായിരുന്നു ഈ 4th ട്രയലിന്റെ ടോപ്പ് ട്രെയിനി ആയിട്ട് വന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനൊരു മെഴുകുതിരിയുടെ 6 കത്തുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയല്ലോ. ഇവനെന്നെ ചുമ്മാ ഓടുമായിരുന്നു. സത്യമാണ്, അവൻ ആ റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്തു. അതും പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. ടു ബി ഹോണസ്റ്റ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവൻ എന്നെക്കാട്ടും ഇത്രമധികം ഫാസ്റ്റ് ആയിരിക്കുമെന്ന്. കാര്യം അന്നത്തെ ആ ദിവസം ഇനി നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് അവൻ എൻ്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കൈ വിയർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, പേടിച്ച് എൻ്റെ കൈ ഇങ്ങനെ. എൻ്റെ പ്രായത്തിൽ ഇത്രത്തോളം സ്പെഷ്യലായുള്ള ഒരാളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ ശരിക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ ഇതുവരെ കണ്ട ഒരാളെ വെച്ച് പോലും അവനെ യൂച്ചങ്, നിന്റെ ബ്രദർ എന്ന് പറയുന്നത് ശരിക്കും ഡിഫറൻ്റ് ആണ്. കാര്യം എൻ്റെ ശരീരം എന്നെ വാണ്ട് ചെയ്യുവാണ്. ഞാൻ എങ്ങാനും അവൻ്റെ എനിമി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാൻ അവനെ കൊല്ലുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ 4ാമത്തെ ട്രയലും അവിടെ അവസാനിച്ചു. ആൻഡ് ഇനി കോബ്സ് ബ്ലഡ് വാലിയിൽ വെറും ഒറ്റ ട്രയൽ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അടുത്ത ട്രയലിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പാസ്സായ 6 പേർക്കും ഞാനിവിടെ ഒരു കൺഗ്രാജുലേഷൻസ് നൽകുകയാണ്. അതിനു പുറമെ നിങ്ങൾക്കിനി ഒരു സ്ക്വാഡ് ലീഡർ എന്ന കാൻഡിഡേറ്റ് പൊസിഷൻ ഇവിടെ ഹെവൻ എർത്ത് അസോസിയേഷനിൽ ഓപ്പൺ ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പ്ലേസ് വന്നതിൻ്റെ റിവാർഡ്സിനെ പറ്റി പറയാം. പെട്ടെന്ന് എല്ലാവരും ഞെട്ടി. റിവാർഡ്സ്? അപ്പോൾ ഇത് വെറും ഒരു പ്ലേറ്റ് അല്ല, റിവാർഡ്സ് ആയിരുന്നല്ലേ? സോ ഒരെണ്ണം കിട്ടിയ ആൾക്ക് ഹെവൻ എർത്ത് അസോസിയേഷനിലെ ദി ഹെവൻ എർത്ത് എസൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് പില്ല് കിട്ടുന്നതാണ്. ഇത് കിട്ടുന്ന ഒരാൾക്ക് 10 to 15 വർഷത്തോളമുള്ള ഇന്റേണൽ എനർജി ലഭിക്കുന്നതാണ്. ആൻഡ് ഇത് മോക് ജിയോൺ വുഡിനും മൂ ജാൻയാക്കിനും ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി 2 എണ്ണം കിട്ടിയവരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്സ് ബ്ലഡ് വാലിയിലെ ആ ഒരു ട്രഷറിലേക്ക് കടക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു മാർഷൽ ടെക്നിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനും പറ്റും. അല്ല, ട്രഷറിയോ? ഞാൻ അതിനെപ്പറ്റി ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. കൗണ്ട്ലെസ് ആയുള്ള ടെക്സ്റ്റും മാർഷൽ ആർട്ട് സീക്രട്സും എല്ലാം അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ല, കണ്ടിട്ട് എല്ലാവർക്കും അത് വേണം തോന്നുന്നു. പിന്നല്ലാതെ അത് ശരിക്കും ബെറ്റർ ആണ്. കൂടുതലാണുള്ളത് ബെറ്റർ ആണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കൂടുതൽ കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് സ്ട്രോങ്ങർ ആകത്തില്ല. നിനക്കുള്ള ഇൻസൈറ്റും എക്സ്പീരിയൻസും കൂട്ടുന്നതിലാണ് കാര്യം. കൂട്ടുന്നതിലല്ലേ? ആൻഡ് സത്യം പറഞ്ഞാൽ 8 വർഷമായി ഇവിടെ 3 ബാച്ച് ഒരാൾ നേടിയിട്ട്. ആൻഡ് 3 എണ്ണം കിട്ടിയവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ടീച്ചിങ് റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കും. 5 കിങ്സിൽ നിന്ന്, 3 സെക് ലീഡേഴ്സിൽ നിന്ന്, 4 വാലീസിൽ നിന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അല്ല, ഇത് എത്രത്തോളം നല്ല കാര്യമാണോ? നീ എന്താണ് ഈ പറഞ്ഞത്? ഈ 8 സ്റ്റാർസിൽ നിന്നും പിന്നെ 6 ഹെവൻസിൽ നിന്നുള്ള 3 പേര്, ആ 3 പേരല്ലാതെ ബാക്കിയുള്ള എല്ലാ മാർഷൽ ആർട്ടിസ്റ്റും ഇപ്പോൾ ഇവല്യൂഷണലി റിലത്തിലാണുള്ളത്. 6 ഹെവൻസ് ആൻഡ് 8 സ്റ്റാർസ് ഇതിലുള്ള എല്ലാവരും പീക്കുള്ള മാർഷൽ ആർട്ടിസ്റ്റിൽ നിൽക്കുന്നവരാണ്. ബ്ലൂ സ്പിരിറ്റ് പറഞ്ഞിരുന്നു അവളും കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ഇവല്യൂഷണലി റിലത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് 8 സ്റ്റാർസ് അവിടെ തന്നെയുണ്ട്. ആൻഡ് ആ കൂട്ടത്തിലുള്ള ഒരു ഇവല്യൂഷണലി റിലത്തിലുള്ള മോസ്റ്റർ ആയിരിക്കണം ഈ പറയുന്ന ഫാൻറ്റം സോഡും. എടാ, ഉള്ളത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 100 വർഷത്തിന് മുമ്പ് അവർ ഇത്ര ബെറ്റർ ഒന്നും അല്ലായിരുന്നു. ഈ 100 വർഷം കൊണ്ട് അവർ ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ട്രയലിന് ശേഷം കാണാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുകയും ചെയ്യും. അപ്പോൾ 4 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ എന്ത് ലഭിച്ചെന്നും.
സത്യം പറഞ്ഞ വാലി മാസ്റ്റർ തുറച്ചു നോക്കുന്നുണ്ടെങ്കിലും അതവന്റെ ലീഗായിരുന്നല്ലോ. 4 കിട്ടിയിരുന്ന ഒരാൾക്ക് ഒരു ടീച്ചിങ് ലഭിക്കും. അത് 6 ഹെവൻസും 8 സ്റ്റാർസിൽ നിന്നുള്ള 6 ഹെവൻസിലെ ഏറ്റവും ബെസ്റ്റായുള്ള അസോസിയേഷൻ ലീഡറിൽ നിന്നായിരിക്കും. പെട്ടെന്ന് ഒരു സൈലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത് 8 സ്റ്റാർസിനെക്കാട്ടും സ്ട്രോങ്ങർ ആണ് ഈ 6 ഹെവൻസ്. അസോസിയേഷൻ ലീഡർ അവൻ 6 ഹെവൻസിൽ ഒരാളാണല്ലേ. പക്ഷെ അവനെപ്പോലൊരുത്തൻ ബ്ലൂ സ്പിരിറ്റ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഈ പ്രതികാരം കുറച്ചുകൂടെ കട്ടിയേറിയതാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഒരു മലപ്രദേശമാണ്. എൻ്റെ പേര് ഗാ മുങ്ചിൻ എന്നാണ്. ഞാനൊരു സീനിയർ മാർഷൽ ആർട്ടിസ്റ്റാണ് കോപ്സ് ബ്ലഡ് വാലിയിൽ നിന്ന്. ഞാൻ എൻ്റെ ഗ്രീറ്റിംഗ് സ്കോൾ ലീഡറുള്ള യാങ് മുഹോന് നൽകുന്നു. ശരി ശരി, അപ്പോൾ നീയാണല്ലേ ആ ഒരു 3 പ്ലേറ്റ്സ് മേടിച്ചിട്ടുള്ള ട്രെയിനി? കൊള്ളാം കൊള്ളാം, നിന്നെ കണ്ടതിൽ സന്തോഷം. എൻ്റെ പേര് യാങ് മുഹോ എന്നാണ്. ഞാനാണ് ഈ സീക്രട്ട് ഉള്ള ട്രഷറിൻ്റെ ഗാർഡ്. ബാ അവിടേക്ക് വാ, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാം. ഞാൻ പുറത്തു തന്നെ കാണും. അങ്ങനെ അവർ നേരെ മുന്നിലേക്ക് നടന്നു. അല്ല, ആ കാണുന്നതാണോ എൻട്രൻസ്? അതെ, അതിൻ്റെ അകത്ത് തന്നെയാണ്. നിനക്ക് ഒരു പുസ്തകം എടുക്കാൻ സാധിക്കും. നിനക്ക് ഇവിടെ ഒറിജിനൽ ലഭിക്കത്തില്ല, അതുകൊണ്ട് കോപ്പി ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. പിന്നെ ഒരു കാര്യം, നീ ഇത് കംപ്ലീറ്റ്ലി സൂക്ഷിച്ച് തന്നെ കോപ്പി ചെയ്യണം. അപ്പോൾ എത്ര വേണമെങ്കിലും എനിക്ക് മറിച്ച് നോക്കാമല്ലോ? തീർച്ചയായും, മറിച്ച് നോക്കിയാൽ മാത്രമേ നിനക്ക് വേണ്ടതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അതെന്തായാലും നന്നായി, അത് ശരിക്കും ഒരു റിലീഫാണ്. ആ പിന്നൊരു കാര്യം, എന്തേ? ദേ അവിടെ ഒരു റൂമുണ്ട്. ആ റൂമത്തിന്റെ ഡോർവേ തന്നെ രക്ത കളറിൽ ചുമന്നതാണ്. അവിടേക്ക് പോകരുത്. അവിടേക്ക് പോകുന്നത് ഒട്ടും നല്ലതല്ല. നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചെന്നിരിക്കും. എന്ത്? അത് പിന്നെ പണ്ട് അല്ലേ, വേണ്ട, നീ ഞാൻ പറഞ്ഞു വിട്ടേക്ക്. പക്ഷെ നീ അവിടേക്ക് പോകല്ലേ, അത് മറക്കണ്ട. ആ എങ്കിൽ ശരി. അപ്പൊ പിന്നെ അകത്ത് കിടക്കാന്ന് പറഞ്ഞ് അവൻ നേരെ ഉള്ളിലേക്ക് നടന്നു കയറി. അത് വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. എത്രയൊക്കെ നടന്നിട്ടും പുസ്തകങ്ങൾ മാത്രമായിരുന്നു അവനെ കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇത് ഞാൻ വിചാരിച്ചതിലും കുറച്ചധികം ഉണ്ടല്ലോ. ഇത് 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ളതെല്ലാം യൂസ്ലെസ് ആണ്. നിനക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമോ? പിന്നല്ല. ഒരു കാര്യം ചെയ്യ്, നീ മുകളിലേക്ക് നടാ. അങ്ങനെ ഞാൻ പതുക്കെ മുകളിലേക്ക് നടന്നു. ഇതാട്ടെ ആ ഒരു ഗാർഡ് കാണുകയും ചെയ്യും. അത് കൊള്ളാം, അവൻ വന്നപ്പോൾ തന്നെ മുകളിലേക്ക് പോയി. ഇവൻ ഈ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും അറിയാവോ? സത്യം പറഞ്ഞാൽ ഈ ലേഔട്ട് കണ്ടിട്ട് മെയിൻ പെവിലിയൻ ട്രഷറി പോലെ തന്നെയുണ്ട്. മേ ബി അവർ കോപ്പി ചെയ്തതായിരിക്കും. അല്ല, ഇങ്ങനെ കോപ്പി ചെയ്യുവോ? ആ ചിലപ്പോൾ ഇൻവേഷനൊക്കെ തടയാനായിട്ടായിരിക്കും. കുഴപ്പമില്ല, സേഫുള്ള സ്ഥലം തന്നെയാണല്ലോ. അതും ശരിയാണ്. എന്തായാലും ഇത് ചെയ്തവന് നല്ല ബുദ്ധിയുണ്ട്. അല്ല, ഞാൻ ആദ്യം എന്താണ് നോക്കേണ്ടത്? ദേ ആ കാണുന്നത് കണ്ടോ, അതങ്ങോട്ടിട്. എങ്കിൽ ശരി എന്ന് പറഞ്ഞ് അവനൊരു പുസ്തകം എടുത്ത് അങ്ങോട്ട് തുറന്നു. അടുത്ത സെക്കൻഡിൽ അത് മറിയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എന്നാൽ ബ്ലൂ സ്പിരിറ്റ് അന്തം വിട്ട് അവിടെ നിൽക്കുകയാണ്. അല്ല, ഇതെന്താണ്? അവൾ നോക്കാൻ നേരത്ത് മറിയുന്ന ശബ്ദം മാത്രം. ഈ മോട്ടൽ ഇവൻ ശരിക്കും വായിക്കുന്നുണ്ടോ എന്തെങ്കിലും? ഇതേ സമയത്ത് ജിയോങ് അത് മറച്ചു നോക്കിയിട്ട് നേരെ തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞു. ഇനി എന്താണ് ഇതാ ലെഫ്റ്റ് സൈഡിലുള്ളത്? അല്ല മോട്ടൽ, നീ ഇതിങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? ഞാനിത് തൽക്കാലം മെമ്മറൈസ് ചെയ്താൽ പോരെ, അതിനെ കൊണ്ട് പറ്റും. എന്ത്? മെമ്മറൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അതൊന്ന് നോക്കിയാൽ മതി. പക്ഷെ പഠിക്കുന്ന കാര്യം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യമില്ലേ കുറച്ച് പാട്. പെട്ടെന്ന് അവൾ ഞെട്ടി. എനിക്കറിയാമായിരുന്നു ഇവൻ ശരിക്കും സ്മാർട്ടാണെന്ന്. പക്ഷേ ഈ ഒരു ലെവലിൽ സ്മാർട്ടായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ 2 മണിക്കൂർ കൊണ്ട് ഇവൻ ഈ സ്ഥലത്തുള്ള പലതും മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിലുപരി ഇവൻ എന്തുമാത്രം സ്ട്രോങ്ങർ ആകുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഇതേ സമയം ആ സ്ഥലത്തിന്റെ പുറത്ത് ഉള്ള ഗാർഡിനെയാണ് കാണാൻ സാധിച്ചത്. അവൻ നോക്കാൻ നേരത്ത് ഒരാൾ അവിടേക്ക് നടന്നു വരുവാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് 2 പേരായിരുന്നു. അല്ല, ഒരു യങ്ങുള്ള മാനും വേണും. ആരാണ് നിങ്ങൾ? ഇത് കോപ്സ് ബ്ലഡ് വാലിയിലെ വാലി ട്രഷറാണ്. മുന്നിലേക്ക് വന്നാൽ അടുത്ത സെക്കൻഡ് ആ സോഡ് ഊരാൻ പോയവന്റെ കയ്യിൽ കയറി അത് പിടിച്ച് തിരിച്ചങ്ങോട്ട് വെച്ചിട്ട് പറയുകയും ചെയ്യും. അല്ല, നീ കോപ്സ് ബ്ലഡ് വാലിയിലെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലേ? നീ വിഷമിക്കൊന്നും വേണ്ട. നീ ആരാണ്? ഞാനോ? എന്നിട്ട് അവനത് അങ്ങോട്ട് എടുത്ത് തുറന്ന് കാണിക്കുകയും ചെയ്യും. കിങ് ഓഫ് ബ്രില്യൻസ്. അത് കിങ് ഓഫ് ബ്രില്യൻസിന്റെ പ്ലേഗല്ലേ? അതിനർത്ഥം അതെ, ഞാനാണ് അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ഇയോബ് വിസുൻ. ഇതേ സമയത്ത് ആ പേജുകൾ മറിച്ച് അടുത്ത പുസ്തകങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നിട്ട് എടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ബ്ലൂ സ്പിരിറ്റിന് പോലും അവന്റെ സ്പീഡിനോടൊപ്പം പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അല്ല, ഇതിനെപ്പറ്റിയല്ലേ? അതെ. എന്താണ് ഫ്ലൂയിഡ് മിസ്റ്റീരിയസ് ഫുഡ് വർക്ക് എന്നോ? ഇതൊരു ടെക്നിക്കാണ്. പക്ഷേ ഇത് ഹെവൻ എർത്ത് അസോസിയേഷൻ്റെ ഒരു ഓഫറായിട്ട് കിട്ടിയതാണല്ലോ. അത് മാത്രമല്ല, ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രീം അസെഷനാണ്. എക്സ്ട്രീം അസെഷനോ? പെട്ടെന്ന് അവൻ ഞെട്ടി. കുറച്ചു മുമ്പ് ബ്ലൂ സ്പിരിറ്റ് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ പാസ്റ്റ് സുപ്രീം പീക്കിലുള്ളതിനാണ് ഈ അസെഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആ സ്റ്റെപ്പിനായിട്ട് കുറച്ചുകൂടെ ബിയോണ്ട് അല്ല ടെക്നിക്കിനെയാണ് ഈ എക്സ്ട്രീം അസെഷൻ എന്ന് പറയുന്നത്. നീ ഇത് നന്നായിട്ട് മെമ്മറൈസ് ചെയ്തോളൂ. ശരിയപ്പോ. അല്ല, ഇനി എങ്ങോട്ടാണ്? ഇത് അവിടേക്ക് പോ. അല്ല, ഈ ഫ്ലൂയിഡ് മിസ്റ്റീരിയസ് അല്ല ഫുഡ് വർക്ക് പോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ?
അങ്ങനെ ചോദിച്ചാ ഇല്ല. അല്ല, തൈജു ഫ്ലോയിങ് പാം ടെക്നിക് ഉണ്ട്. പക്ഷെ അത് നീ പഠിക്കണ്ട. അതെന്താണ്? അത് നോർമൽ യൂസ് ചെയ്യുന്ന ഈ ടോയ്സ് ഒക്കെയാണ്. അവരവരുടെ ഇന്റർണൽ എനർജി ഒക്കെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ നിന്റെ ക്യൂ കംപ്ലീറ്റ്ലി ഡെത്ത് അല്ലേ? അതുകൊണ്ട് ഇവിടെ വലിയ ഉപയോഗമൊന്നും കാണത്തില്ല. ഓ, അങ്ങനെയാണോ? എങ്കിലും കുഴപ്പമില്ല. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എന്തിനി? ചിലപ്പോ എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടാലാ? നീ തന്നെ പറഞ്ഞല്ലേ ഓരോ ടെക്നിക്ക് വെച്ചോണ്ട് അവരെവിടുന്നാണെന്നൊക്കെ മനസ്സിലാകുമെന്ന്. എനിക്കിവിടെ എവിഡൻസ് ചിലപ്പോ ഫേക്ക് ചെയ്യാൻ പറ്റിയാലോ? നീ സത്യം പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇത്രയും വിക്കറ്റുള്ള ഐഡിയ എനിക്ക് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ നിന്റെ ക്രിയേറ്റിവിറ്റി ആയിട്ട് എനിക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലെന്ന് ബ്ലൂ സ്പിരിറ്റ് പറയുന്നുണ്ട്. അല്ല, അവരാദ്യം പറഞ്ഞത് ഇവിടെയുള്ള എല്ലാം കോപ്പീസ് ആണെന്നല്ലേ? ആ, എന്ത് പറ്റി? പക്ഷേ ഈ കാണുന്നത്, പിന്നെ കാണുന്നത് അവന്റെ കയ്യിലുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ഒമ്നോസ് ഉള്ള ഒരു എനർജി റിലീസ് ആകുന്നതാണ്. അതൊരു ഒറിജിനൽ ബുക്കായിരുന്നു. മേ ബി അവർ ചിലപ്പോൾ ക്ലീൻ കോപ്പി സേഫ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതായിരിക്കും. അല്ല, എങ്കിലും ഈ ലൊക്കേഷൻ സ്വിച്ച് ചെയ്യേണ്ട കാര്യമില്ലേ? ഇതൊരു ഒറിജിനൽ വേർഷൻ ആണ്. അതിൻ്റെതായ ഒരു മീനിങ് അതിന് ഉറപ്പായിട്ടും ഉണ്ട്. അല്ല മോർട്ടൽ, ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ ട്രേസസും റെക്കോർഡ്സും അതെന്താണ്? അത് മാർഷൽ ആർട്സ് തന്നെയല്ലേ? അതെ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു ഒറിജിനൽ കോപ്പി, അതായത് അതിന്റെ ക്രിയേറ്റർ തന്നെ എഴുതിയതാണ്. സോ അങ്ങനെ എഴുതുന്നിടത്ത് ഒരു ക്രിയേറ്ററിന്റെ ഹാബിറ്റും ഇവിടേക്ക് വരും. അല്ല, ഈ ഒരു മോർട്ടൽ സാധാരണ ഒരു സുപ്രീം പീക്കിലെങ്കിലും എത്തിയ ഒരാൾക്കാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ ഇവന്റെ ആ ഒരു മെമ്മറി മാത്രമല്ല, ഇവന്റെ കോംപ്രഹെൻഷൻ സ്കില്ലും അത് ശരിക്കും കൂടുതലാണ്. അല്ല, എന്ത് പറ്റി? ഞാനെന്തായാലും തെറ്റ് പറഞ്ഞോ? ഇല്ലില്ല, നീ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ നിന്റെ തലക്ക് തന്നെ അടിച്ചല്ലേ ചെറുക്ക. എന്തായാലും ഇതിൻ്റെ അകത്തുള്ള എഴുത്തുകൾ വെച്ച് നോക്കാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റ് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സ് വായിക്കുന്ന പോലെ. ഹാബിറ്റ്സ്, മനസ്സ്. പെട്ടെന്നാണ് അവനത് കാണുന്നത്. അവന്റെ കൺമുമ്പിൽ ഒരാൾ വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ. ആ ഒരു പവർ ലിറ്ററലി അവനെ ഫീൽ ചെയ്യാൻ സാധിച്ചു. ആ പുസ്തകം അവൻ അടക്കുകയും ചെയ്തു. അല്ല, അതെന്തായിരുന്നു? കുറച്ച് സെക്കൻഡത്തേക്ക് ഞാനിത് ഇലൂഷൻ കണ്ട പോലെ. ഒരു പാം ടെക്നിക്. മോർട്ടൽ, നീ എന്തു പറ്റി? ഞാൻ പതുക്കെ വായിച്ചോ? ഏ നീ ട്രാൻസിലായിരുന്നു. ട്രാൻസോ? അതെ, ഒരു കാര്യത്തിൽ നമ്മൾ അളവിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നിടത്ത് നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്താറുണ്ട്. അതാണ് ഈ ട്രാൻസ് എന്ന് പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ അതിൽ നിന്ന് തെറ്റിമാറാൻ പാടില്ല. ഓ, അങ്ങനെയാണല്ലേ? അതേപോലെ മോർട്ടൽ, എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. ഈ കാണുന്നത് മെയിൻ പാവലിയന്റെ കോപ്പിയൊന്നുമല്ല. പകരം ഈ കാണുന്നത് തന്നെയാണ് മെയിൻ പാവലിയൻ. എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇവിടെയുള്ള എല്ലാം തന്നെ ഒറിജിനലുമാണ്. അത് കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. എനിക്ക് തോന്നുന്നു അത് ഇവിടെ തന്നെ കാണുമെന്നാണ്. ആ മൂന്നാമത്തെ റോവിന്റെ മുകളിലുള്ള പുസ്തകം കണ്ടോ? അവിടേക്ക് ചെന്നേ. അതാണോ? അങ്ങനെ അവൻ നേരെ വീണ്ടും മുകളിലേക്ക് കയറി. ഫസ്റ്റ് ലിയാങ് സോ ടെക്നിക്ക്. അതെ, ഇത് ഞാനായിട്ട് തന്നെ ഇവിടെ കൊണ്ട് വെച്ചതാണെന്ന് അവൾ പറയും. അതൊന്ന് തുറന്നു നോക്കിയേ. അല്ല, ഇതെന്താണ്? അതൊരു പേപ്പറായിരുന്നു. അവനത് വായിച്ചു നോക്കിയപ്പോ മൂൺലെസ് വേർഡ്സോയിഡ് മൂൺ ഓറിയന്റഡ് ഡിഫീറ്റ്സോഡ് എന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ ഞെട്ടി. ഇത് സത്യം പറഞ്ഞാൽ നിന്റെ ഒരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. കാര്യം മൂൺ സോഡ് ആർട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിന്റെ ഒരു എക്സാഗറേഷൻ വേർഷൻ ആണ്. ഇതിൽ നിന്നാണ് അതെല്ലാം തുടങ്ങിയത്. ശരിയാണ്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഓരോ പാത്തും ഓരോ സോഡ് പാത്തും വളരെ ക്ലീൻ ആണ് ഒരു ടെക്നിക് പോലെ. ഈ ടെക്നിക് എന്ന് പറയുന്നത് വൺ ഓഫ് ദി 5 ഗ്രേറ്റസ്റ്റ് ഉള്ള സോഡ് ടെക്നിക്കിൽ ഒന്നാണ്. മുറിവിനെ തന്നെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ടെക്നിക്. പക്ഷേ ഞാനിത് കണ്ടതുപോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. ഈ ഒരു മൂൺലെസ് വോയിഡ് സോഡ് എന്ന് പറയുന്ന അതിൻ്റെ റിമൈനിങ് ഉള്ള മൂവ്സ് എന്ന് പറഞ്ഞ് ഒരു ഹോൾ ഡിഫറൻ്റ് ഉള്ള ഡയമെൻഷനിൽ തന്നെയാണ്. പെട്ടെന്നാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് എമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അല്ല, അവൻ്റെ ഡെത്തിക്ക് മാനിഫെസ്റ്റ് ചെയ്യണമല്ലോ ഒരു ഫിസിക്കൽ കോറായിട്ട്. സത്യം പറഞ്ഞാൽ അതൊരു റെഗുലർ ഫ്ലോ ആയിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇവൻ്റെ മാർഷൽ ടെക്നിക്ക്. മോർട്ടൽ, നീ ശരിക്കും ഇപ്പോൾ ഒരു പ്രോപ്പർ ട്രാൻസിലേക്ക് കയറിയിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവൻ്റെ ഡെത്തിക്ക് പോയി അവൻ്റെ ചുറ്റിനും എന്തോ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ പോലെ വരുന്നതാണ്. ഇതേ സമയത്താണ് അവിടേക്ക് അവർ നടന്നു വന്നത്. നിങ്ങൾ ആരാണ്? കുഴപ്പമൊന്നുമില്ല. നിങ്ങളല്ലേ ഇവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള? എൻ്റെ പേര് ഇയോബ് വിസങ് എന്നാണ്. ഞാൻ കിങ് ഓഫ് ബ്രില്യൻസിന്റെ ശിഷ്യനാണ്. കിങ് ഓഫ് ബ്രില്യൻസിന്റെയോ? ഞാൻ കേട്ടിരുന്നു ആദ്യത്തിന്റെ ശിഷ്യനെ പറ്റി. പക്ഷേ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവന്റെ വയസ്സ് 20 പറ്റിയാണ്. പക്ഷേ എങ്കിലും വെറുതെ അല്ല. അല്ല, അകത്ത് കടക്കാൻ സാധിക്കുമോ? എന്നോട് ക്ഷമിക്കണം, അതെനിക്കിപ്പോൾ പറ്റത്തില്ല. നിങ്ങൾ 5 കിങ്സിന്റെ ഡിസിപ്ലിൻ ആണെങ്കിലും അത് തടയേണ്ടതായിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? എൻ്റെ കൂടെയുള്ളത് ആരാന്നറിയാവോ? ആരാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ തടയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് അതവള് പൊക്കി അങ്ങോട്ട് കാണിച്ചത്. അത് കണ്ടപ്പോ അവൻ ഞെട്ടി. സ്കൂൾ ലീഡർ യാങ് മൂവോൺ എന്നെയാ? ശബ്ദിക്കണ്ട, ഞങ്ങളിവിടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അല്ല, ആ ഒരു പ്ലേഗ്, അതിനർത്ഥം ഇവൾ ഉറപ്പായിട്ടും ആ റൂമേഴ്സിലുള്ള സ്ത്രീ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അവളുടെ മാസ്റ്റർ റിലേ ഏതാന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല.
എങ്കിലും ഞാൻ ഒത്തിരിയധികം ഇവളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇവൾ ശരിക്കും പവർഫുൾ ആണ്. ചുരുക്കം പറഞ്ഞാൽ അവൾ എന്നെക്കാട്ടും മുകളിലാണ്. ഞങ്ങൾക്ക് അകത്ത് കയറാൻ സാധിക്കുമോ? എന്നോട് ക്ഷമിക്കണം, പക്ഷേ അകത്തിപ്പോഴും എനിക്കറിയാം അതൊരു ട്രെയിനി അല്ലേ. ആ ഒരു 3 പ്ലേറ്റ് മേടിച്ചാൽ കുഴപ്പമില്ലെന്നേ, അവനതിൻ്റെ അകത്ത് നിന്നോട്ടെ, ഞങ്ങളൊന്നിനും പോകത്തില്ല. പക്ഷേ എടാ കുഴപ്പമില്ല, അതൊരു ട്രെയിനി അല്ലേ. ഞങ്ങൾ വന്ന കാര്യം ചെയ്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചിറങ്ങിക്കോളാം, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. നാശം, ഇവിടെ ഒന്നും പ്രശ്നമുണ്ടാകാതിരുന്നാൽ മതി. അതിനുശേഷം അവൻ നേരെ അകത്തേക്ക് കയറി. ശരിയാണല്ലേ, ഇത് കണ്ടിട്ട് മെയിൻ പാവലിന്റെ ഒരു സീക്രട്ടുള്ള സെയിം ലേഔട്ട് തന്നെയായിട്ട് തോന്നുന്നു. ശരി. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ഓ, അതായിരിക്കണം ആ ഒരു ട്രെയിനി. സോ അവനാണ് ആ ഒരു കോപ്സ് ബ്ലഡ് വാലിയിലെ ആ ഒരു 3 പ്ലേക്ക് മേടിച്ചവൻ. അമേസിങ്. പിന്നെ ഇത് ഏത് ഡിസിപ്ലിനും വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നീ പറഞ്ഞത് വൈക്കിങ്സിന്റെ ഡിസിപ്ലിനാകാൻ അവൻ അർഹനാണെന്നല്ലേ? സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. അവനോട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. ഇവനെ പോലെ ലൂസറിന്റെ മുമ്പിൽ എന്തിനാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ അല്ല, ആ പയ്യൻ പെട്ടെന്നാണ് അവൻ ചിരിച്ചത്. അല്ല എങ്ങളടി, താങ്കൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ അവനിവിടേക്ക് കൊണ്ടുവരാം. അതിന്റെ കാര്യം കുഴപ്പമില്ലെന്നേ, താങ്കളവിടെ വെയിറ്റ് ചെയ്യ്, അവനിവിടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് അവൻ നേരെ മുകളിലേക്ക് ചാടി. എന്നിട്ട് ജിയോങ്ങുള്ള ആ ഒരു സ്ഥലത്തേക്ക് ചെന്നു. എനിക്ക് തോന്നിയായിരുന്നടാ നീ എന്താണ് ഞങ്ങൾ അകത്ത് കയറി വന്നിട്ടും റിയാക്ട് ചെയ്യാഞ്ഞതെന്ന്. കാര്യം നീ ഓൾറെഡി ട്രാൻസിലാണ്. ഞാൻ നിന്നെ ഇപ്പം ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ക്യൂ കംപ്ലീറ്റ്ലി ബ്ലോക്കായി നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന ആള്. പക്ഷെ അതൊന്നും എൻ്റെ പ്രശ്നമല്ല. കാര്യം എങ്ങളടി ഓർഡർ ചെയ്തു നിന്നെ അവിടേക്ക് കൊണ്ടുചെല്ലാനായിട്ട്. അതുകൊണ്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ശരിക്കും അൺലക്കിയാന്ന് പറഞ്ഞ് അവൻ നമ്മുടെ ജിയോ ഇങ്ങനെ തൊടാൻ പോയി. തൊട്ടാ അത് കംപ്ലീറ്റ്ലി പ്രശ്നമായിട്ട് മാറും. പെട്ടെന്നാണ് അവനങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയത്. അടുത്ത സെക്കൻഡിൽ തന്നെ ഇയോബ് ഞെട്ടിത്തെറിച്ചു പോയി. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുമായിരുന്നെന്നും പറഞ്ഞ് ജിയോങ് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് ജസ്റ്റ് ട്രസ്റ്റ് മീ, നാളത്തെ എപ്പിസോഡ് ഒരു രക്ഷയും കാണത്തില്ല. അതുകൊണ്ട് അത് ഒരിക്കലും മിസ്സാകാതിരിക്കും വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.